السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. ربنا زدنا علما. ربنا زدنا علما. ربنا زدنا علما. എല്ലാവർക്കും ഒരിക്കലൂടെ ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് അള്ളാഹു ഫസ്റ്റ് ആയിട്ട് തന്നെ വിചാരണക്ക് എടുക്കുന്ന നമസ്കാരത്തിനെ കുറിച്ച് നമുക്ക് അതിലുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം. ഇൻഷാ അല്ലാ എല്ലാവരും ഒരു ബുക്കും ഒരു പെന്നും ഒക്കെ കയ്യിൽ കരുതിക്കോളൂ കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് നല്ലോണം പഠിക്കണ്ടേ. ഇൻഷാ അല്ലാ അപ്പൊ നമ്മളെല്ലാവരും 5 നേരം നമസ്കരിക്കുന്നവരാണ്. റബ്ബിന്റെ മുന്നിൽ നിന്ന് നമ്മൾ നമ്മുടെ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ്. നമസ്കാരം എന്ന് പറഞ്ഞാല് നമ്മളെ റബ്ബിനോട് സംഭാഷണം നടത്തുകയാണ്. ആ സംഭാഷണത്തിൽ നമ്മൾ റബ്ബിനോട് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമസ്കരിക്കുമ്പോ അത് നല്ല ഖുശോടുകൂടി നമസ്കരിക്കാൻ, നമുക്ക് തഖ്വ കിട്ടാൻ, അതിനായിട്ടുള്ള നമ്മുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇൻഷാ അല്ലാ നമ്മൾ അർത്ഥം അറിഞ്ഞ് നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരത്തിലെ ഓരോ കാര്യങ്ങളും ഓരോ പ്രാർത്ഥനകളും ഓരോ ദിക്റുകളും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏറ്റവും ആദ്യമായി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മൾ ചെറിയ രൂപത്തിലാണ് പറയുന്നതെങ്കിലും അതിന്റെ അർത്ഥതലങ്ങൾ വളരെ വിശാലമാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ലെങ്കിലും പറയുകയാണ്, അള്ളാഹു ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പം മറ്റാരുമല്ല എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും 2 കാര്യങ്ങളിൽ ഏത് തീരുമാനം എടുക്കുന്നു എന്ന് വരുമ്പോഴും നാം 1-ാം സ്ഥാനം കൊടുക്കുക എൻ്റെ അള്ളാഹുവിനാണ്, എൻ്റെ റബ്ബിനാണ്. എൻ്റെ ജീവിതത്തിലുടനീളം അള്ളാഹുവാണ് ഏറ്റവും വലുത്. എൻ്റെ കുടുംബങ്ങളോ പ്രിയപ്പെട്ടവരോ ഒന്നുമല്ല, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അള്ളാഹു മാത്രമാണ്. എന്നെ ഒരാൾ തെറ്റായ കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കും, എനിക്ക് എൻ്റെ അള്ളാഹുവാണ് വലുത്, ഞാൻ ഒരു തെറ്റിലേക്കും പോവില്ല. ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന അള്ളാഹു അക്ബർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് വലിയൊരു, നമുക്ക് ഏറ്റവും 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 വലുത് നമ്മള് റബ്ബാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് പ്രാരംഭ പ്രാർത്ഥന, അതായത് തുടക്കത്തിലുള്ള പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. പല പ്രാർത്ഥനകളും വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പരിശുദ്ധ ഖുർആനിൽ വന്ന ഒരു പ്രാർത്ഥനയാണ് കൂടുതൽ ആളുകളും ചെല്ലാറുള്ളത്. നമ്മളൊക്കെ അത് തന്നെ ഏറ്റവും കൂടുതലും ചെല്ലുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർദ
ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളുണ്ട് അല്ലെ. ഇതിന്റെ അർത്ഥം വജ്ജഹ്തു ഞാൻ തിരിച്ചു, വജ്ഹിയ എന്റെ മുഖത്തെ, ലില്ലദീ ഫതറ സൃഷ്ടിച്ചവനിലേക്ക്, അസ്സമാവാതി ആകാശങ്ങളെ, വൽ അർദി ഭൂമിയെയും, ഹനീഫൻ നേരായ ഋജുവായ രൂപത്തിൽ, അതായത് നേരായ രൂപത്തിൽ, മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാത്ത രൂപത്തിൽ, യാതൊരു വക്രതയും ഇല്ലാത്ത രൂപത്തിൽ, മുസ്ലിമൻ കീഴ്വണങ്ങിക്കൊണ്ട്, കീഴ്പ്പെട്ടവനായിക്കൊണ്ട്, അതായത് അനുസരണയുള്ളവനായിക്കൊണ്ട്, വമാ അന ഞാൻ അല്ല, മിനൽ മുശ്രിക്കീൻ ബഹുദൈവാരാധകരിൽ പെട്ടവനല്ല, ഇന്ന തീർച്ചയായും, സ്വലാത്തി എന്റെ നമസ്കാരവും, വനുസുഖി എന്റെ ബലികർമ്മങ്ങളും, എന്റെ ത്യാഗങ്ങളും, വമഹിയായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി അള്ളാഹുവിനുള്ളതാകുന്നു, റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവായ, ലാ ശരീക ലഹു അവന് യാതൊരു പങ്കുകാരും ഇല്ല, വബിദാലിക അതിന്, ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതായത് അങ്ങനെ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, വഅന ഞാൻ, മിനൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു. ഇവിടെ വഅന അവ്വലീൻ വഅന അവ്വലിൽ മുസ്ലിമീൻ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വഅന അവ്വലിൽ മുസ്ലിമീൻ എന്നാണെങ്കിൽ ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാകുന്നു എന്ന് അർത്ഥം വരും. അപ്പം ഈ ഒരു പ്രാരംഭ പ്രാർത്ഥന ചെല്ലുന്നവരും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ ചെല്ലുന്നത് വെച്ചാൽ നമ്മൾ നല്ല വിശദമായിട്ട് പഠിക്കണം കേട്ടോ ഇൻഷാ അള്ളാ. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് അനുസരണയുള്ളവനും കീഴ്പ്പെട്ടവനും വക്രത ഇല്ലാത്തവനും ആയിക്കൊണ്ട് എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവ ആരാധകരിൽ പെട്ടവനല്ല, തീർച്ചയായും എന്റെ നിസ്കാരവും എന്റെ ത്യാഗങ്ങളും ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന് യാതൊരു പങ്കുകാരുമില്ല. അതിൽ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അപ്രകാരം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ വന്ന പ്രകാരം ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാകുന്നു. ഇതാണ് വജ്ജഹ്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി മറ്റൊരു പ്രാർത്ഥന ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ ثوبുൽ അബ്യദ് മിന الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد. അല്ലാഹുവേ, ഉദയാസ്തമയ സ്ഥാനങ്ങൾ തമ്മിൽ അകറ്റിയതുപോലെ എന്നെയും എന്റെ തെറ്റുകളെയും എന്റെ തിന്മകളെയും തമ്മിൽ നീ അകറ്റണമേ. അല്ലാഹുവേ, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ തിന്മകളിൽ നിന്ന് എന്നെ നീ ശുദ്ധിയാക്കണമേ. ഞാൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് എന്നെ വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ആലിപ്പഴം കൊണ്ടും ശുദ്ധീകരിക്കണമേ, കഴുകണമേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അല്ലാഹുമ്മ അല്ലാഹുവേ, ബാഇദ്
നീ അകറ്റണമേ. ബൈനീ വബൈന ഖതായായ, എന്നെയും എന്റെ തിന്മകളെയും തമ്മിൽ. കമാ ബഅദ്ത, അകറ്റിയതുപോലെ. ബൈനൽ മഗ്രിബി മശ്രിഖി വൽ മഗ്രിബി, ഉദയസ്ഥാനവും അസ്തമയ സ്ഥാനവും തമ്മിൽ. മശ്രിഖി വൽ മഗ്രിബി, ഉദയസ്ഥാനവും അസ്തമയ സ്ഥാനവും തമ്മിൽ. അവ തമ്മിൽ നീ അകറ്റിയതുപോലെ എന്നെയും എന്റെ തിന്മകളെയും അകറ്റണമേ. അല്ലാഹുവ, അല്ലാഹുവേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, നഖ്നി, ശുദ്ധിയാക്കണമേ. മിൻ ഖതായായ, എന്റെ പാപങ്ങളിൽ നിന്ന്. കമാ യുനഖ സൗബുൽ അബ്യളു, വെള്ളവസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ. മിനദ്ദനസി, അഴുക്കിൽ നിന്നും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഒസ്ൽനി, കഴുകണമേ. മിൻ ഖതായായ, എന്റെ തിന്മകളിൽ നിന്ന്. ബിൽമായി, വെള്ളം കൊണ്ടും. വസ്സൽജി, ഹിമം കൊണ്ടും അല്ലെങ്കിൽ മഞ്ഞുവെള്ളം കൊണ്ടും. വൽ ബറദി, ആലിപ്പഴം കൊണ്ടും. അപ്പം അല്ലാഹുവേ, ഉദയാസ്തമയ സ്ഥാനങ്ങൾ തമ്മിൽ അകറ്റിയതുപോലെ എന്നെയും എന്റെ തിന്മകളെയും തമ്മിൽ നീ അകറ്റണമേ. അല്ലാഹുവേ, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ തിന്മകളിൽ നിന്ന് എന്നെ നീ ശുദ്ധിയാക്കണമേ. ഞാൻ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് എന്നെ വെള്ളം കൊണ്ടും മഞ്ഞുവെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും കഴുകണമേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലുന്നവരായിരിക്കും അല്ലെ നമ്മളിൽ അധിക പേരും. അതിനുശേഷം പിന്നെ സൂറത്തുൽ ഫാത്തിഹയാണ് ചൊല്ലുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം അല്ലെ, ഇൻഷാ അല്ലാഹ്. അപ്പോഴല്ലേ നമുക്കൊരു പൂർണ്ണത വരുള്ളൂ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്തുതി മുഴുവൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അർ റഹ്മാനി റഹീം, പരമകാരുണികനും കരുണാനിധിയുമായുള്ളവൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ, അതെ, കോപ വിധേയരല്ലാത്തവരും വഴി പിഴച്ചവരല്ലാത്തവരുമായവരുടെ പാതയിൽ. ആമീൻ. നിങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. അപ്പൊ ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതിന്റെ വാക്കർത്തൊക്കെ പഠിക്കട്ടോ, അല്ലെങ്കിൽ ബാക്കി നമുക്ക് പഠിച്ചു പോവാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഫാത്തിഹ ഏതാണ്ട് രൂപം പഠിച്ച് നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ അതിന്റെ വാക്കർത്തൊക്കെ പഠിക്കട്ടോ ഇൻഷാ അല്ലാഹ്. ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ഖുറാനിൽ നിന്നുള്ള സൂറത്തോ ആയത്തുകളോ ഒക്കെ നമുക്ക് ചെല്ലാവുന്നതാണ്. അത് പരമാവധി നമുക്ക് അർത്ഥം അറിയുന്ന സൂറത്തുകളോ ആയത്തുകളോ ചെല്ലാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ അത്രയും ഖുശോടുകൂടി നമ്മൾ അർത്ഥമൊക്കെ മനസ്സിലാക്കി നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീല് കിട്ടും. അപ്പൊ അതിനായിട്ട് എല്ലാവരും അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നീട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് റുക്കൂയിലേക്ക് പോകുന്നത്. സുബ്ഹാന റബ്ബിയൽ അളീം എന്ന്, മഹാനായ എന്റെ രക്ഷിതാവ് പരിശുദ്ധനാണ്.
എന്ന് പറയും. അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഉഫ്റിലി. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞാൽ സുബ്ഹാന പരിശുദ്ധിയെ വാഴ്ത്തുന്നു, റബ്ബിയ എന്റെ രക്ഷിതാവ്, അലീം മഹാനായ എന്റെ രക്ഷിതാവ് പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബിയൽ അലീം അല്ലെങ്കിൽ മഹാനായ എന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഉഫ്റിലി. സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവായ, വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം, അല്ലാഹുമ്മ അല്ലാഹുവേ, ഉഫ്റിലി എനിക്ക് നീ പൊറുത്തു തരണമേ. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിന്നെ പ്രകീർത്തിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നതോട് കൂടി അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ. ഇതാണ് റുക്കൂയിൽ നമ്മൾ ചൊല്ലാറുള്ള പ്രാർത്ഥനയുടെ അർത്ഥം. ചിലര് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയും, ചിലര് ഈ ദുആ പറയും അല്ലെ. ഇൻഷാ അല്ലാഹ് എല്ലാരും നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അതിനാണ് ഇങ്ങനെയും കൃത്യമായിട്ട് പറഞ്ഞിരുന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടാണ് റുക്കൂയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. ഇർതിദാലില് സമിഅ കേട്ടു, സമിഅ എന്ന് പറഞ്ഞാല് കേട്ടു, അല്ലാഹു കേട്ടു. ലിമൻ ഹമിദ തന്നെ സ്തുതിച്ചവനെ അല്ലാഹു കേട്ടു. അതിനുശേഷം പിന്നെ നമ്മള് റബ്ബന ലക്കൽ ഹംദ് എന്നോ റബ്ബന വലക്കൽ ഹംദ് എന്നോ റബ്ബന ലക്കൽ ഹംദു മില്ലസ് സമാവാതി വൽ അർദി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലും അല്ലെ നമ്മളെല്ലാരും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ റബ്ബേ, റബ്ബന ഞങ്ങളുടെ റബ്ബേ, അല്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദ് നിനക്കാകുന്നു സർവസ്തുതിയും. റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഞങ്ങളുടെ രക്ഷിതാവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇനി റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന് പറഞ്ഞാലോ, റബ്ബന ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദ് നിനക്കാകുന്നു സർവസ്തുതിയും, മിൽ അസ്സമാവാതി ആകാശങ്ങൾ നിറയെ, വമിൽ അൽ അർദി ഭൂമി നിറയെയും, വമിൽ മാ ശിഅത മിൻ ഷൈഇൻ നീ ഉദ്ദേശിച്ച എന്തൊക്കെയുണ്ടോ അത് നിറയെയും സ്തുതി നിനക്കാകുന്നു. നീ ഉദ്ദേശിച്ച എന്തൊക്കെയുണ്ടോ അത് നിറയെയും സ്തുതി അല്ലാഹുവിനാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ നിനക്കാണ് സർവസ്തുതിയും, ആകാശങ്ങൾ നിറയെ ഭൂമി നിറയെയും അതിനുശേഷം നീ ഉദ്ദേശിച്ച ഏതൊന്നുണ്ടോ അത് നിറയെയും. ഇതാണ് ഇഅ്തിദാലിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം. മനസ്സിലായല്ലോ അല്ലെ? എല്ലാരും ഒന്ന് എഴുതിയെടുത്ത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണേ. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സുജൂദിലേക്കാണ് പോവുക. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു എന്ന് പറഞ്ഞ് സുജൂദിൽ പോയ ശേഷം സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഉഫ്റിലി, അതിന്റെ മീനിങ് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, അത് വേണമെങ്കിൽ ചെല്ലാം. അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ ആല എന്ന് പ്രാർത്ഥിക്കും. സുബ്ഹാന പരിശുദ്ധനാണ്, റബ്ബിയ എന്റെ രക്ഷിതാവ്, അൽ ആല
അത്യുന്നതനായ അത്യുന്നതനായ എന്റെ രക്ഷിതാവ് പരിശുദ്ധനാണ് എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അതിനുശേഷം സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് അല്ലാഹു അക്ബറിന്റെ അർത്ഥം ഇനി പറയേണ്ടതില്ലല്ലോ. ഇനി നമ്മൾ പറയേണ്ട എത്രയോ തവണ പറഞ്ഞില്ല. എല്ലാവർക്കും അർത്ഥം അറിയുന്നത് തന്നെ ആണെങ്കിലും കൂടുതൽ ഒരു എന്താ പറയാ തത്വം കിട്ടാൻ വേണ്ടി കേട്ടോ പിന്നെയും പറയുന്നത് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞ് ഇരുന്ന് കൊണ്ട് 2 സുജൂദുകൾക്ക് ഇടയിലുള്ള ഇരുത്തത്തിലെ പ്രാർത്ഥന. അത് പല രൂപത്തിലും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ലഫ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാഹുമ്മ ഉഫ്രിലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. റബ്ബി ഉഫ്രിലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി ഈ ഒരു രൂപത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മീനിങ് ഒന്ന് നോക്കാം. റബ്ബി എന്റെ രക്ഷിതാവേ, ഔഫുർലി എനിക്ക് നീ പുറത്തു തരണമേ, വർഹംനി എന്നോട് നീ കരുണ കാണിക്കണമേ, വജ്ബുർനി എന്റെ കുറവുകൾ അല്ലെങ്കിൽ എന്റെ ന്യൂനതകൾ നീ നികത്തി തരണമേ, പരിഹരിച്ചു തരണമേ, വർഫഅനി എന്നെ നീ ഉയർത്തണമേ, എനിക്ക് നീ ഉയർച്ച നൽകണമേ, വർസുഖ്നി എനിക്ക് നീ അന്നം നൽകണമേ, ആഹാരം നൽകണമേ. ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ റിസ്കിൽ പെടും കേട്ടോ. ഇപ്പൊ നമ്മള് വർസുഖ്നി റിസ്ക് വർദ്ധിപ്പിച്ചു തരണമേ, അതായത് ഉപജീവനം നൽകണമേ, വഹ്ദിനി എന്നെ നീ നേർമാർഗത്തിലാക്കണമേ, ആഫിനി എനിക്ക് നീ സൗഖ്യം നൽകണമേ, ആരോഗ്യം നൽകണമേ എന്നൊക്കെ നിന്റെ മീനിങ് വരും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മള് സ്ഥിരമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ ഒന്ന് നല്ല രീതിയിൽ അർത്ഥം മനസ്സിലാക്കി ചെല്ലുമ്പോൾ നമുക്ക് നമസ്കാരത്തിൽ ഒരുപാട് ഹുശൂ കൂടും, തഖ്വ വർദ്ധിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ഇതിന്റെ മൊത്തത്തില് അർത്ഥം റബ്ബി ഉഫ്ർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് പറഞ്ഞാല് എന്റെ രക്ഷിതാവേ അല്ലെങ്കിൽ എന്റെ റബ്ബേ നീ എനിക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും കുറവുകൾ അതായത് ന്യൂനതകൾ പരിഹരിക്കുകയും എന്നെ ഉയർത്തുകയും എനിക്ക് ആഹാരം നൽകുകയും അല്ലെങ്കിൽ ഉപജീവനം നൽകുകയും എന്നും പറയാം. എന്നെ നേർമാർഗത്തിലാക്കുകയും എന്നെ നേർമാർഗത്തിലാക്കുകയും എനിക്ക് നീ ആരോഗ്യം നൽകുകയും ചെയ്യണമേ. ഇനി ആദ്യം പറഞ്ഞ ചെറിയ രൂപത്തിലുള്ള അല്ലാഹുമ്മ ഉഫ്ർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ ഉഫ്ർലി എന്ന് പറഞ്ഞാൽ എനിക്ക് നീ പുറത്തു തരണമേ, വർഹംനി എന്നോട് നീ കരുണ കാണിക്കണമേ, വജ്ബുർനി എന്റെ കുറവുകൾ നീ പരിഹരിച്ചു തരണമേ, വഹ്ദിനി എന്നെ നീ നേർമാർഗത്തിൽ ആക്കണമേ, വർസുഖ്നി എനിക്ക് നീ ഉപജീവനം നൽകണമേ, ആഹാരം നൽകണമേ, ദുനിയാവിലെ എല്ലാ നല്ല കാര്യങ്ങളും നൽകണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകും. സുജൂദ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ. പിന്നെ എഴുന്നേറ്റതിന് ശേഷം അടുത്ത റക്അത്തിലേക്ക് അല്ലേ. അടുത്ത റക്അത്തിലും നമ്മൾ ആദ്യത്തെ റക്അത്ത് പറഞ്ഞതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന ഉണ്ടാവില്ല. പക്ഷെ ഫാത്തിഹയും ഏതെങ്കിലും ഒരു സൂറത്തും ചെയ്യും. പിന്നെ ഇതിന്റെ ആവർത്തനങ്ങൾ തന്നെയാണല്ലോ ഓരോ റക്അത്തിലും വരുന്നത് അല്ലെ. ഇതുവരെ പഠിച്ചതിന്റെ ആവർത്തനങ്ങൾ തന്നെയാണ് ഓരോ റക്അത്തിലും വരുന്നത്. ഇനി നിൽക്കുന്ന കാര്യം ഒന്നും പറയുന്നില്ല. കാരണം എന്താ, അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് അത്തഹിയാത്താണ് വേണ്ടത് അല്ലെ. ബാക്കി ഉള്ളതൊക്കെ നമ്മൾ പഠിച്ചു ഇൻഷാ അല്ലാഹ്. എല്ലാരും പഠിച്ചില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയാണേ.
ഇൻഷാ അല്ലാഹ്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് നമ്മൾ ചെല്ലാറുള്ളത്. അത്തഹിയാത്തു എല്ലാ അഭിവാദനങ്ങളും, അൽ മുബാറക്കാത്തു അനുഗ്രഹീത കാര്യങ്ങളും, അസ്വലവാത്തു പ്രാർത്ഥനകളും, അത്വയ്യിബാത്തു പരിശുദ്ധ കർമ്മങ്ങളും അല്ലെങ്കിൽ പരിശുദ്ധ വചനങ്ങളും, ലില്ലാഹി അള്ളാഹുവിനാകുന്നു, അസ്സലാമു അലൈക താങ്കളുടെ മേൽ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, അയ്യുഹൻ നബിയു അല്ലയോ പ്രവാചകരെ, വറഹ്മത്തുള്ളാഹി അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ, വറഹ്മത്തുള്ളാഹി അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ, വബറകാതുഹു അവന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, അസ്സലാമു രക്ഷയും സമാധാനവും, അലൈന ഞങ്ങളുടെ മേലും ഉണ്ടാവട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അള്ളാഹുവിന്റെ സൽവൃത്തരായ അടിമകളുടെ മേൽ ഉണ്ടാവട്ടെ. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല എന്ന്. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വീണ്ടും സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യം എല്ലാ അഭിവാദ്യങ്ങളും അനുഗ്രഹീത കാര്യങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ കർമ്മങ്ങളും പരിശുദ്ധ വചനങ്ങളും എല്ലാം അള്ളാഹുവിനാകുന്നു. അല്ലയോ പ്രവാചകരെ, അങ്ങക്ക് അള്ളാഹുവിന്റെ സമാധാനവും കരുണയും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സദ്വൃത്തരായ ദാസന്മാർക്കും സമാധാനമുണ്ടാവട്ടെ, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്സലാമു അലൈക താങ്കളുടെ മേൽ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, അയ്യുഹൻ നബിയു അല്ലയോ പ്രവാചകരെ, വറഹ്മത്തുള്ളാഹി അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ, വബറകാതുഹു അവന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, അസ്സലാമു രക്ഷയും സമാധാനവും, അലൈന ഞങ്ങളുടെ മേലും ഉണ്ടാവട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അള്ളാഹുവിന്റെ സദ്വൃത്തരായ അടിമകളുടെ മേലും ഉണ്ടാവട്ടെ. അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല എന്ന്. വഅഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വീണ്ടും സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ ആണ് എന്ന കാര്യം എല്ലാ അഭിവാദനങ്ങളും അനുഗ്രഹീത കാര്യങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ കർമ്മങ്ങളും അതായത് പരിശുദ്ധ വചനങ്ങളും എല്ലാം അള്ളാഹുവിനാകുന്നു. അല്ലയോ പ്രവാചകരെ, അങ്ങേക്ക് അള്ളാഹുവിന്റെ സമാധാനവും കരുണയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സദ്വൃത്തരായ ദാസന്മാർക്കും സമാധാനമുണ്ടാവട്ടെ, അള്ളാഹു അല്ലാതെ മറ്റൊരു
ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് അത്തഹിയാത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അർത്ഥം. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? പിന്നെയും പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത്. ഇതൊക്കെ നല്ല അർത്ഥറിഞ്ഞ് നമ്മൾ എല്ലാവരും പറയാൻ ശ്രമിക്കട്ടോ. അതിനുശേഷം പിന്നെ ഒന്നാമത്തെ അത്തഹിയാത്താണെങ്കിൽ ഇതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്, ചൊല്ലാത്തവരുണ്ട്. ഇനി അവസാനത്തെ അത്തഹിയാത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സലാത്തും പിന്നെ പ്രാർത്ഥനയാണ് വരുന്നത് അല്ലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്തും പിന്നെ പ്രാർത്ഥനയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അല്ലാഹുവേ സ്വല്ലി നീ കരുണ കാണിക്കണമേ അലാ മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അലാ ആലി മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ കമാ സ്വല്ലൈത നീ കരുണ ചെയ്തതുപോലെ അലാ ഇബ്രാഹിമ ഇബ്രാഹിം അസ്സലാത്തു അസ്സലാമയുടെ മേലും വഅലാ ആലി അപ്പൊ ഇബ്രാഹിം അസ്സലാത്തു വസ്സലാമയുടെ മേൽ വഅലാ ആലി ഇബ്രാഹിമ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ മേലും ഇന്നക തീർച്ചയായും നീ ഹമീദ് സ്തുത്യർഹനാകുന്നു മജീദ് ശ്രേഷ്ഠതക്കുടമയവനാകുന്നു അല്ലെങ്കിൽ മഹത്വമുടയവനാകുന്നു മഹത്വമേറിയവനാകുന്നു. അല്ലാഹുവേ ബാരിക് നീ അനുഗ്രഹം നൽകണമേ അലാ മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വഅലാ ആലി മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേലും. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും വഅലാ ആലി മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേലും കമാ ബാറക് നീ അനുഗ്രഹം ചെയ്തതുപോലെ അലാ ഇബ്രാഹിമ ഇബ്രാഹിം സ്വലാത്തു വസ്സലാമയുടെ മേലും വഅലാ ആലി ഇബ്രാഹിമ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ മേലും ഇന്നക തീർച്ചയായും നീ ഹമീദും മജീദ് സ്തുത്യർഹനും മഹത്വമേറിയവനുമാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠതയ്ക്ക് ഉടയവനുമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തിന്റെ അർത്ഥം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ ഇബ്രാഹിം നബി അസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തിനും നീ കരുണ ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും നീ കരുണ ചെയ്യണമേ. തീർച്ചയായും നീയാകുന്നു സ്തുതിക്കും ശ്രേഷ്ഠതയ്ക്കും അർഹൻ. അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്തതുപോലെ
അള്ളാഹുവേ, ഇബ്രാഹിം നബി അസ്സലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. തീർച്ചയായും നീയാകുന്നു സ്തുതിക്കും ശ്രേഷ്ഠതയ്ക്കും അർഹൻ. ഇതിനു ശേഷം പിന്നീട് ഏതെങ്കിലും ഒരു പ്രാർത്ഥനയാണല്ലോ നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൽ നമ്മൾ ചെല്ലുന്നത് അല്ലെ. അത് പല പ്രാർത്ഥനകളും വന്നിട്ടുണ്ട്. നമ്മൾ ഏതാണോ സാധാരണ ചെല്ലാറുള്ളത് അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. ഇങ്ങനൊരു പ്രാർത്ഥന. അള്ളാഹുവേ ഗഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. ഗഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. മാ ഖദ്ദംതു, ഞാൻ മുൻകടന്ന് ചെയ്തതും. വമാ അഖർതു, ഞാൻ പിന്തിച്ച് ചെയ്തതും. വമാ അസ്റർതു വമാ അഅലൻതു, ഞാൻ രഹസ്യമായി ചെയ്തതും ഞാൻ പരസ്യമായി ചെയ്തതും. അസ്റഫ്തു, ഞാൻ അതിര് കവിഞ്ഞ് ചെയ്തതും. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കാൾ കൂടുതൽ നിനക്കറിയുന്ന മറ്റു പാപങ്ങളും. ഇന്നക, തീർച്ചയായും നീ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു, നീയാകുന്നു മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അപ്പൊ ഒന്നിച്ച് അർത്ഥം പറയുമ്പോ അള്ളാഹുവേ, എനിക്ക് പുറത്തു തരണമേ. ഞാൻ മുൻകടന്നു ചെയ്തതും പിന്തിച്ചു ചെയ്തതും, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, ഞാൻ അതിര് കവിഞ്ഞ് ചെയ്തതും, നിനക്ക് എന്നേക്കാൾ അറിയുന്നതും മറ്റു പാപങ്ങളും തീർച്ചയായും മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും നീയാണ്. നീ അല്ലാതെ മറ്റ് ആരാധ്യനില്ല. നീയല്ലാതെ മറ്റ് ആരാധ്യനില്ല. ഇനി ഈ പ്രാർത്ഥനയുടെ ബാക്കി ആയിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥന ആയിക്കൊണ്ടോ ചെല്ലുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബി ജഹന്നമ വമിൻ അസാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. അതിപ്പോ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയുടെ ബാക്കിയായിക്കൊണ്ട് തുടർച്ചയായിക്കൊണ്ട് നമ്മളൊക്കെ ചൊല്ലുന്നതാണ് അല്ലെ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, തീർച്ചയായും ഞാൻ, അഊദു ബിക, നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ അസാബി ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, വമിൻ അസാബിൽ ഖബ്ർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും, വമിൻ ഫിത്നത്തി, പ്രയാസങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്ന്, അൽ മഹ്യ വൽ മമാത്തി, ജീവിതത്തിലെയും മരണത്തിലെയും, വമിൻ ഫിത്നത്തി, പ്രയാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്ന്, അൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും. അപ്പൊ നമ്മൾ ഒരുമിച്ച് അർത്ഥം പറയുമ്പം അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ജീവിതത്തിലെയും മരണത്തിലെയും പ്രയാസങ്ങളിൽ നിന്നും മസീഹുദ് ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇനി മറ്റൊരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ളുൽമൻ കസീറ
ولا يغفر الذنوب إلا أنت فاغفر لي مغفرتي فاغفر لي مغفرتي من عندك وارحمني إنك أنت الغفور الرحيم اللهم അല്ലാഹുവേ ഇന്നി തീർച്ചയായും ഞാൻ വലംതു ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു എന്നോട് തന്നെ വലം ഉൽമൻ കസീറ ധാരാളം അക്രമം വലാ യഗ്ഫിറു പുറത്തു തരുന്നവനില്ല അദ്ദുനൂബ പാപങ്ങൾ ഇല്ല അന്ത നീയല്ലാതെ ഫഗ്ഫിർലി മഗ്ഫിറത്തൻ അതുകൊണ്ട് എനിക്ക് നീ പാപമോചനം നൽകണമേ മിൻ ഇൻദിക നിന്റെ അടുക്കൽ നിന്നുള്ള വർഹംനി നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ഇന്നക തീർച്ചയായും നീ ഗഫൂറുർ റഹീം നീയാകുന്നു പാപം പൊറുക്കുന്നവനും കരുണാനിധിയും കരുണാവാരിധിയും അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമങ്ങൾ ചെയ്തിരിക്കുന്നു നീയല്ലാതെ പാപം പൊറുക്കുന്ന ആരുമില്ല അതിനാൽ നിന്റെ അടുത്തു നിന്ന് എനിക്ക് പാപമോചനം തരയണമേ നീ എന്നോട് കാരുണ്യം കാണിക്കണമേ നീ തന്നെയാണ് പാപം പൊറുക്കുന്നവനും കരുണാവാരിധിയും ഇതൊരു പ്രാർത്ഥന അല്ലെങ്കിൽ മറ്റൊരു ചെറിയ പ്രാർത്ഥന ഉള്ളത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലാഹുമ്മ അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ സബ്ബിത് ഖൽബി എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ അലാ ദീനിക് നിന്റെ മതത്തിൽ അപ്പൊ മുഴുവനായിട്ട് പറയുമ്പോ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ എന്റെ ഹൃദയം നീ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ ഈ ഒരു പ്രാർത്ഥന ഇതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലും അല്ലെ ഇതിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന എത്തില്ലേ നമ്മൾ ചെല്ലുന്നത് അതിനുശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കും അല്ലെങ്കിൽ നമ്മളെ നമസ്കാരം അവസാനിപ്പിക്കും ആദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് വലതുവശത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടതുവശത്തേക്കും മുഖം തിരിച്ചുകൊണ്ട് നമ്മൾ നമസ്കാരം അവസാനിപ്പിക്കും അസ്സലാമു അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ അലൈക്കും നിങ്ങളുടെ മേൽ വറഹ്മത്തുള്ളാഹി അള്ളാഹുവിന്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ ഇങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തേക്കും മുഖം തിരിച്ചുകൊണ്ട് പറയും ഇത്രയുമാണ് നിസ്കാരത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചൊല്ലാറുള്ള പ്രാർത്ഥനകളും വിക്റുകളും ഒക്കെ അല്ലെ അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കി എല്ലാവരും ഒരു പുസ്തകത്തിലേക്കൊക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കുക എന്നിട്ട് അർത്ഥം അറിഞ്ഞ് നമ്മൾ നിസ്കരിച്ചാല് ശരിക്കും നമ്മൾ ശ്രദ്ധയോടെ നമുക്ക് നമസ്കരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ് വല്ലാത്തൊരു തൃപ്തിയും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ് അപ്പൊ എല്ലാരും ഒന്ന് അർത്ഥറിഞ്ഞ് നല്ല ഖുശൂഅോട് കൂടി നല്ല രീതിയിൽ നമ്മൾ എന്തൊക്കെയാ പറയുന്നത് നമ്മളെ റബ്ബിനോട് റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ റബ്ബിനോട് പറയുന്നതെന്ന് ശരിക്കും ഒന്ന് അർത്ഥം മനസ്സിലാക്കി എല്ലാരും പറയാൻ ശ്രമിക്കണം കേട്ടോ
എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ എല്ലാവർക്കും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 5 നേരത്തെ ഫർള് നമസ്കാരത്തിന്റെ പുറമെ എത്രമാത്രം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു. തഹജ്ജുദ്, ഓരോന്നിന്റെ റവാത്തീബ് സുന്നത്ത്, അല്ലാതെ എന്തൊക്കെ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു അതൊക്കെ നല്ല അർത്ഥറിഞ്ഞ് നമ്മൾ നമ്മളെ റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത്, നമ്മളെ റബ്ബിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്നൊക്കെ നമ്മളെ മനസ്സിൽ ഉറപ്പിച്ച് നല്ല തഖ്വയോടും നല്ല ഖുശൂഅോടും കൂടി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ശ്രമിക്കണം. നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുജൂദിലൊക്കെ നല്ല സമയം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ നിസ്കരിക്കാൻ, സുജൂദിലും റുകൂഇലും ഒക്കെ നല്ല രീതിയിൽ ടൈം എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ എല്ലാരും ശ്രമിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഫാത്തിഹന്റെ കുറച്ചുകൂടി ടൈം ഉണ്ട് അല്ലേ? 3:22 ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഫാത്തിഹന്റെ വാക്കർത്ഥം വേടർത്ഥം കൂടി നോക്കിയിട്ട് ഒന്ന് ശ്രമിച്ചാലോ? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു ഉപകാരമാവില്ല അല്ലേ? പിന്നെ സൂറത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അർത്ഥം അനുസരിച്ചൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി ഫാത്തിഹന്റെ ഒന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മി നാമത്തിൽ, ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ, അർ റഹ്മാനി പരമ കാരുണ്യകൻ, അർ റഹ്മാനി പരമ കാരുണ്യകൻ, അർ റഹീം കരുണാനിധി, അൽഹംദു സ്തുതി മുഴുവനും, ലില്ലാഹി അള്ളാഹുവിനാകുന്നു, റബ്ബി രക്ഷിതാവ്, യജമാനന് പരിപാലകൻ എന്നൊക്കെ പറയും, അൽ ആലമീൻ ലോകങ്ങളുടെ എല്ലാം, അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി, മാലികി ഉടമസ്ഥൻ രാജാവ്, യൗമി ദിവസത്തിന്റെ, അദ്ദീനി പ്രതിഫലത്തിന്റെ, നിയമ നടപടിയുടെ, ഇയ്യാക നിന്നെ തന്നെ, നിനക്ക് മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട് തന്നെ മാത്രം എന്നൊക്കെ പറയൂട്ടോ. നസ്തഈൻ ഞങ്ങൾ സഹായം ഉദവി തേടുന്നു, ഇഹ്ദി നീ നയിക്കണമേ, ചേർക്കണമേ, മാർഗദർശനം നൽകണമേ, ഞങ്ങൾക്ക്, സിറാത്ത പാതയിൽ, അൽ മുസ്തഖീം നേരെയുള്ള ചൊവ്വായ, സിറാത്ത പാത, പാത, അല്ലദീന യാതൊരു കൂട്ടരുടെ, അൻഅംത നീ അനുഗ്രഹിച്ചു, അലൈഹിം അവർക്ക്, അവരുടെ മേൽ, ഗൈരി ഒഴികെയുള്ള, അല്ലാത്ത, അൽ മഗ്ദൂബി കോപിക്കപ്പെട്ടവർ, കോപബാധിതർ, അലൈഹിം അവരുടെ മേൽ, അവരോട്, വല അല്ലാത്തവരും, ദ്വാലീൻ പിഴച്ചവർ. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്തുതി മുഴുവൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു, അർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായുള്ളവൻ, മാലികി യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതായത്
യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ കോപ വിധേയരല്ലാത്തവരുടെ വഴി പിഴച്ചതല്ലാത്തവരുടെ പാതയിൽ. ആമീൻ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അല്ലാഹു നല്ല രീതിയിൽ ഖുശൂഅോട് കൂടി നമുക്ക് വിചാരണ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം എടുക്കുന്ന പ്രാർത്ഥന നമസ്കാരമായിരിക്കും ആദ്യമായിട്ട് എടുക്കുക. അപ്പൊ അതില് നമുക്ക് വിജയികളായി മുന്നേറാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉന്നത പദവി കരസ്ഥമാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാരും നല്ല രീതിയിൽ നിസ്കരിക്കണം കേട്ടോ. ോടുകൂടി നല്ല രീതിയിൽ നമ്മൾ മാത്രമല്ല നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രമിക്കണം. നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലൊരു അമലായിട്ട് സ്വീകരിക്കട്ടെ. നമ്മളിൽ എല്ലാവർക്കും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തീർത്തു തരട്ടെ. കുറെ പേര് മരണം അടഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ആ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും ആഖിറത്തിൽ ജന്നത്തുൽ ഫിർദൗസില് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് തരുകയും ചെയ്യട്ടെ. അസുഖങ്ങളെ കൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ അസുഖങ്ങളൊക്കെ പരിപൂർണമായിട്ട് അല്ലാഹു ഭേദാക്കി കൊടുക്കട്ടെ. പരിപൂർണമായിട്ട് ശിഫ നൽകട്ടെ. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ദുആവസിയത്ത് വരുന്നുണ്ട്. അവരുടെയൊക്കെ എല്ലാ 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 പ്രയാസങ്ങളും തീർത്ത് അല്ലാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ. കടങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്ന എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا. നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരുതൽ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും ഉന്നത പദവി കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة انك السميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا تقبل دعاء. رب اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك ونتوب إليك. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا.